ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ജൂൺ 19 വായനാ ദിനം. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. കുഞ്ഞുണ്ണി മാഷിൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ള വരികളാണിവ. കാലം എത്ര മാറിയാലും ഇന്നും വളരെ അർത്ഥവത്തായിട്ടുള്ള വരികളാണിവ. ഇന്നത്തെ കുട്ടികളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന പഠന വൈകല്യമാണ് വായനാ വൈകല്യം അഥവാ റീഡിംഗ് ഡിസോർഡർ, എഴുത്തിലുള്ള വൈകല്യം അഥവാ റൈറ്റിംഗ് ഡിസോർഡർ എന്നിവ. ബുദ്ധിപരമായും ചിന്താശേഷിയിലും നല്ല ഉയർന്ന നിലവാരമുള്ള കുട്ടികളായിട്ട് കൂടി വായിക്കാനും എഴുതാനും അറിയാത്ത ഒരു തലമുറയാണ് ഇന്ന് നമ്മൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഒന്നാമത്തെ ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മൾ പാരൻസ് തന്നെയാണ്. വായനയിലേക്കുള്ള ഒരു ശീലം അവർക്ക് ഉണ്ടാക്കി കൊടുത്തില്ല എന്നത് തന്നെയാണ്. വായനാശീലം ഇല്ലാത്ത ഒരു തലമുറയാണ് ഇന്ന് നമ്മൾ കാണുന്നത്. വായനാ വൈകല്യം എന്നുള്ള ഒരവസ്ഥയിലേക്ക് നമ്മളെ കുട്ടികൾ എത്തിച്ചേരുന്നത് അക്ഷരങ്ങളുടെ ആകൃതി അവരുടെ മനസ്സിൽ ഉറയ്ക്കാത്തതാണ്. ഈ അക്ഷരങ്ങളുടെ ആകൃതി ഉറയ്ക്കാത്തത് കൊണ്ട് തന്നെ അക്ഷരങ്ങൾ പരസ്പരം മാറിപ്പോകുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടാകുന്നു. കൂടാതെ അക്ഷരങ്ങൾ തലതിരിഞ്ഞ് വായിക്കുന്ന ഒരവസ്ഥ. ഇനി അഥവാ അക്ഷരങ്ങൾ പഠിച്ചാൽ തന്നെ അത് കൂട്ടി വായിക്കുന്നതിനുള്ള ബുദ്ധിമുട്ട്, ഇതൊക്കെയാണ് വായനാ വൈകല്യമുള്ള കുട്ടികളിൽ കാണുന്നത്. അപ്പം നിരന്തരം വായന എന്നുള്ള ഒരു ശീലത്തിലേക്ക് കൊണ്ടുവന്ന് ആ അക്ഷരങ്ങളുടെ ആകൃതി മനസ്സിൽ ഉറപ്പിച്ച് കൂട്ടി വായിപ്പിക്കാനുള്ള ഒരു പരിശീലനം കൊടുത്താൽ കുട്ടികളുടെ ഈ ഒരു പ്രോബ്ലം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് എഴുത്തിലുള്ള വൈകല്യം എന്ന് പറയുന്നത്. എഴുത്തിലുള്ള വൈകല്യമുള്ള കുട്ടികൾക്കും ഇതുപോലെ അക്ഷരം തല തിരിച്ചെഴുതുന്ന ഒരു ശീലം അവരിൽ കാണും. അതായത് ബി എന്നുള്ള അക്ഷരം ഡി ആയിട്ടും തല തിരിച്ചായിരിക്കും അവർ കാണുന്നത് തന്നെ. അതായതുകൊണ്ട് അവർ എഴുതുന്നതും ഇങ്ങനെ തല തിരിച്ചായിരിക്കും. മലയാളത്തിലും ഇതേ അവസ്ഥാവിശേഷം തന്നെ കാണും. ധ എന്നുള്ളത് ന്യായായിട്ടും സ തല തിരിച്ചെഴുതിയിട്ടും ഒക്കെ കുട്ടികളിൽ ഈ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ വായനാ വൈകല്യമുള്ള കുട്ടികളിൽ തന്നെ കാണുന്ന ഒരു പ്രതിഭാസമാണ് എഴുത്തിലുള്ള വൈകല്യവും. അതുപോലെ എഴുതുമ്പോൾ ഒട്ടും അക്ഷരങ്ങൾ തമ്മിലുള്ള സ്പേസും വാക്കുകൾ തമ്മിലുള്ള ആ സ്ഥലപരിമിതി ഇതൊന്നും അവർക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ എല്ലാം കൂട്ടി അങ്ങ് എഴുതും. പിന്നെ അക്ഷരങ്ങളുടെ വലിപ്പം, ഇതെപ്പോഴും വലിയൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ്. ഒന്നുകിൽ വലിയ അക്ഷരമായിട്ട് എഴുതും, അതല്ലെങ്കിൽ വളരെ ചെറുതാക്കിയിട്ട് എഴുതുക. ഇത്തരത്തിൽ ഒരു ലെറ്റർ കോൺസെപ്റ്റ്, ലൈൻ കോൺസെപ്റ്റ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ മനസ്സിൽ ഉറയ്ക്കാത്തത് കൊണ്ടാണ് ഈ രണ്ട് പ്രശ്നങ്ങളും അവർ ഫേസ് ചെയ്യുന്നത്. അപ്പോൾ വായന ഉണ്ടാക്കുക, അക്ഷരങ്ങൾ നിരന്തരം കാണുക, ഇതിലൂടെ തന്നെയാണ് ഒരു പരിധിവരെ ഇത്തരം പ്രശ്നങ്ങൾ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കാം. ഈ പറയുന്ന പ്രശ്നങ്ങളുള്ള ഒരു 10 കുട്ടികളെ നമ്മൾ കാണുകയാണെങ്കിൽ അതിൽ 2 കുട്ടികൾക്ക് മാത്രമേ പഠന വൈകല്യം എന്നുള്ള ഒരു സൈക്കോളജിക്കൽ പ്രശ്നം ഉണ്ടാവുകയുള്ളൂ. ബാക്കിയുള്ള കുട്ടികളെല്ലാം പഠന പിന്നോക്കാവസ്ഥയിലുള്ള കുട്ടികളാണ്. ഈ ഒരവസ്ഥയിലേക്ക് അവർ വന്നു ചേരുന്നത് വായന എന്നുള്ള, അതല്ലെങ്കിൽ പുസ്തകം എന്നുള്ള ഒരു പരിചയം അവർക്ക് ഇല്ലാത്തത് കൊണ്ടാണ്. ഈയിടെ ഞാൻ കണ്ട ഒരു കുട്ടിയിൽ നിന്നും, ഒത്തിരി കുട്ടികളിൽ നിന്നും ഞാൻ ഇത് മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് കണ്ട ഒരു കുട്ടിയിൽ നിന്നും, ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് മലയാളം വായിക്കാൻ അറിയില്ല, ഇംഗ്ലീഷ് അത്യാവശ്യം നന്നായിട്ട് വായിക്കും. അപ്പം മലയാളം വായിക്കാൻ അറിയാത്തതിൻ്റെ ഒരു റീസൺ ഞാൻ മനസ്സിലാക്കിയത്, ഈ കുട്ടിയുടെ വീട്ടിൽ ഇന്ന് വരെ ഒരു മലയാളത്തിൻ്റെ ഒരു കുഞ്ഞു കഥ പോലും ഈ കുട്ടിക്ക് വാങ്ങിക്കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. മലയാളം ബുക്ക് വായിച്ചു കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ കുട്ടികൾക്ക് കഥകളിലൂടെയും ചെറിയ പ്രായം മുതൽ തന്നെ നമ്മൾ ഇത്തരം പരിചയം ഉണ്ടാക്കുക, അക്ഷര പരിചയം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് വായനാശീലത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഏറ്റവും എളുപ്പ വഴി എന്ന് പറയുന്നത്. അപ്പോൾ കുഞ്ഞു പ്രായത്തിൽ തന്നെ കഥകളുടെ ലോകത്തിലേക്ക് അവരെ കൊണ്ടുവരിക, ഉറങ്ങുന്ന സമയത്ത് കഥകൾ പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെ കഥയുടെ ഒരു ആസ്വാദനം എന്നുള്ള ഒരു ശീലമുള്ള ഒരു കുട്ടിയാണെങ്കിൽ വലുതായി വരുമ്പോൾ തീർച്ചയായിട്ടും ആ കുട്ടി എന്ത് ചെയ്യും? പുസ്തകം എടുത്ത് വായിക്കാൻ തുടങ്ങും എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം ഇങ്ങനെയുള്ള ഒരു ആസ്വാദനത്തിൻ്റെ അവസ്ഥയിലേക്ക് ആ കുട്ടിയെ നയിക്കുക എന്നുള്ളതാണ് നമ്മൾ മാതാപിതാക്കൾ ചെയ്യേണ്ടത്. ഒരു കുട്ടി പ്രായത്തിനനുസരിച്ച് നേടിയെടുക്കേണ്ട ഒരു കഴിവാണ് വായനയും എഴുത്തും എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ടും നടക്കുന്നത് പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ്. അതുകൊണ്ട് തന്നെ കുട്ടി കണ്ടറിഞ്ഞും കേട്ടറിഞ്ഞും തൊട്ടറിഞ്ഞുമാണ് ഈ ഒരു പ്രായത്തിൽ
വളരേണ്ടത്. അപ്പൊ ഏറ്റവും കൂടുതൽ കുട്ടികളിൽ ഉണ്ടാവേണ്ട ഒരു ബേസിക്സ് ആയിട്ടുള്ള ഒരു സ്കില്ലാണ് ഐ ഹാൻഡ് കോർഡിനേഷൻ എന്ന് പറയുന്നത്. കണ്ണും കയ്യും തമ്മിലുള്ള ഒരു ക്രോഡീകരണം. അതുപോലെ തന്നെ ഒരു പ്രത്യേക കാര്യത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ഒരു കഴിവ്. അപ്പോൾ പുറത്തേക്കൊക്കെ ഇറങ്ങി ഫിസിക്കൽ ആക്ടിവിറ്റി ഒക്കെ ചെയ്ത് കുറേ ചോദ്യങ്ങൾ ചോദിച്ച്, ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്നുള്ളതാണ്. അതായത് ഒറ്റ ആൻസറിൽ ഉത്തരം പറയാതെ, ഒറ്റ വാക്കിൽ ഉത്തരം പറയാതെ ഒരുപാട് വിശദീകരിച്ച് ഉത്തരങ്ങൾ പറയുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുട്ടികളെ പ്രേരിപ്പിക്കണം, അല്ലെ? എപ്പോഴും കുട്ടികൾ അതെന്താ ഇതെന്താ എന്ന് ചോദിക്കുമ്പോൾ വളരെ വിശദമായിട്ടുള്ള രീതിയിൽ അവർക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കുന്ന ഒരു രീതിയായിരിക്കണം നമ്മൾ അവലംബിക്കേണ്ടത്. അപ്പൊ ഇത്തരത്തിൽ അവർ കണ്ടറിഞ്ഞും കേട്ടറിഞ്ഞും തൊട്ടറിഞ്ഞും പഞ്ചേന്ദ്രിയങ്ങളിലൂടെ പഠിക്കുന്ന ഒരു ശീലമുള്ള ഒരു കുട്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം വൈകല്യങ്ങളൊന്നും ആ കുട്ടികളിൽ നമുക്ക് കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വായനാ ദിനത്തിൽ എല്ലാവരും നമ്മുടെ കുട്ടികളെ പ്രകൃതിയിലേക്ക് ഇറക്കുക, പ്രകൃതിയുമായിട്ട് അറിഞ്ഞ് അവരുടെ ഫിസിക്കൽ ആക്ടിവിറ്റിയിലൂടെ, മെൻ്റൽ ആക്ടിവിറ്റിയിലൂടെ നല്ല പൗരന്മാരാക്കി മാറ്റാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.